നമസ്കാരം. എല്ലാവർക്കും ഈശ്വരനാമത്തിൽ സുഖമെന്ന് വിശ്വസിക്കുന്നു. ലോകത്തിൽ പരുന്തുകളെ ആക്രമിക്കുന്ന ഏക പക്ഷിവർഗം കാക്കകളാണ്. എന്നാൽ പരുന്തുകൾക്ക് കാക്കകളോടുള്ള മനോഭാവം നമ്മെ ഏറെ ചിന്തിപ്പിക്കും. തൻ്റെ ചിറക് കൊണ്ട് നന്നായി ഒന്ന് വീശിയാൽ മാത്രം മതി, ചുറ്റുമുള്ള കാക്കക്കൂട്ടത്തിൽ 3 അല്ലെങ്കിൽ 4 എണ്ണത്തെയെങ്കിലും നിശ്ചയമായിട്ടും പരിക്കേൽപ്പിക്കാൻ പരുന്തുകൾക്ക് സാധിക്കും. എന്നാൽ പരുന്ത് ചെയ്യുന്നത് എന്താണ്? തൻ്റെ ചിറകുകൾ മേലേക്ക് വിടർത്തി ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പറന്നുയരുകയാണ് ചെയ്യുന്നത്. പിന്തുടരുന്ന കാക്കകൾക്ക് ജീവശ്വാസത്തിൻ്റെ ലഭ്യതക്കുറവ് മൂലം ചിറകുകൾ കുഴയുകയും പിന്മാറേണ്ടതായി വരികയും ചെയ്യുന്നു. എത്ര ബുദ്ധിപരമായാണ് നിസ്സാരന്മാരായ തൻ്റെ ശത്രുക്കളെ പരുന്ത് ഒഴിവാക്കുന്നതെന്ന് നോക്കുക. പരുന്തുകൾക്കുള്ള ആ ബോധം പോലും മനുഷ്യരായി നമുക്കില്ല. നമ്മൾ വിദ്വേഷവും അസൂയയും കുശുമ്പും നിമിത്തം നമ്മൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു. സോ ലെറ്റ്സ് സ്റ്റോപ്പ് പ്ലേയിങ് എഗെയിൻസ്റ്റ് ക്രൗഡ്സ്. നിങ്ങളുടെ ശക്തമായ ചിറകുകൾ വിടർത്തി മേലേക്ക് ഉയരുകയും മറ്റുള്ളവരുടെ പ്രതികൂല വാക്കുകളെ വില കൊടുക്കാതിരിക്കുകയും. നിങ്ങളുടെ ശക്തമായ ചിറകുകൾ വിടർത്തി മേലേക്ക് തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയും മറ്റുള്ളവർ നമ്മളെ അടിച്ചമർത്താനായി പറയുന്ന പ്രതികൂല വാക്കുകളെ നമ്മൾ മൈൻഡ് വയ്ക്കാൻ പോകണ്ടെന്നേ. എന്തിനു മൈൻഡ് വയ്ക്കാൻ പോകണം? ദൈവവചനത്തിൽ ഏശയ്യാ 40:31 ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ ഒരു കഴുകനെ പോലെ ഉയരങ്ങളിലേക്ക് ചിറകുകളടിച്ചുയരും. ആ വചനത്തിൻ്റെ വിചിന്തനം അറിയുന്നവർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഒന്നുകൂടെ വചനം പറയാം. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 40-ാം അധ്യായം 31-ാം വാക്യം: ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ഉയരങ്ങളിലേക്ക് ചിറകടിച്ചുയരും. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. ആമേൻ.